നമസ്കാരം. വിദേശ പര്യടനത്തിന് പാർലമെൻറ്റ് അംഗങ്ങളുടെ സർവകക്ഷി സംഘം നല്ല ഒന്നാന്തരം ആശയം. പക്ഷേ ഇത് പുതിയതൊന്നുമല്ല, മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ളതാണ്. അതിൽ വിജയം കണ്ടിട്ടുള്ള ഒരാശയമാണ്. ഒരു പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വിഷയം, അതിൽ ഇന്ത്യയുടെ അഭിപ്രായം ഔപചാരികമായി അറിയിക്കുന്നതിന് രാഷ്ട്രീയ ഭേദമന്യേ ഭരണകക്ഷിയുടെയും പ്രതിപക്ഷത്തിൻ്റെയും പാർലമെൻറ്റ് അംഗങ്ങൾ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് അവരോട് കാര്യങ്ങൾ സംവദിക്കുന്നത് ഒന്നാന്തരം ജനാധിപത്യ മര്യാദയാണ്, ഗ്ലോബൽ എറ്റിക്കറ്റാണ്. ഇതൊരു ഒന്നാന്തരം നയതന്ത്ര നീക്കവുമാണ്. ഒരു തരം ട്രാക്ക് ടു ഡിപ്ലോമസിയാണ്. കരിയർ ഡിപ്ലോമാറ്റിനെ ഉപയോഗിച്ച് നടത്തുന്ന നയതന്ത്ര നീക്കമല്ല, മറിച്ച് പൊളിറ്റീഷ്യൻസിനെ തന്നെ പീപ്പിൾ ടു പീപ്പിൾ ഡയറക്റ്റ് കോൺടാക്റ്റ് ടു എക്സ്പ്ലെയിൻ എൻ ഇഷ്യൂ. ആ കണക്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ ഇപ്പോഴും സർവകക്ഷി സംഘത്തെ അയക്കുന്നു. അടുത്ത ആഴ്ച ഒരു 10 ദിവസം നീളുന്ന ഒരു ഇതാണ്. 7 ടീമുകളെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അവരെ വിടുന്നു. 7 ടീമുകളിൽ ഈ ഒരു ടീം ക്യാപ്റ്റനെങ്കിലും വലിയ വിവാദ നായകനാണ് ഡോക്ടർ ശശി തരൂർ. അദ്ദേഹം നയിക്കുന്ന ഒരു ടീം ബ്രിട്ടനിലും അമേരിക്കയിലും മറ്റ് 4-5 രാജ്യങ്ങളിലും സന്ദർശനം നടത്തി തിരികെ വരും. വീണ്ടും ടീമുകളുണ്ട്. അതായത് പ്രതിപക്ഷ എം പിമാരായ സുപ്രിയ സുലെ ഒരു ടീമിനെ നയിക്കുന്നു. NCPയുടെ നേതാവാണ്, ശരത് പവാറിൻ്റെ മകളാണ്. അതുപോലെ കരുണാനിധിയുടെ മകൾ കനിമൊഴി നേതൃത്വം നൽകുന്ന മറ്റൊരു ടീമുണ്ട്. അങ്ങനെ എല്ലാ ടീമിലും 6-7 അംഗങ്ങൾ വെച്ച് മൊത്തം 10-40 പേരടങ്ങുന്ന ഒരു ടീം. കേരളത്തിൽ നിന്നും നറുക്ക് വീണിരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ നേതാവ് ET മുഹമ്മദ് ബഷീർ MP ആണ്, ലോക്സഭാ അംഗമാണ്, മുൻ സംസ്ഥാന മന്ത്രിയാണ്, മുസ്ലിം മുഖമാണ്, മധ്യപൗരസ്ത്യ പ്രദേശത്തൊക്കെ നല്ല വേരുകളുള്ള നല്ല കോൺടാക്റ്റുള്ള ഒരാളാണ്. അപ്പം അദ്ദേഹത്തെ സെലക്ട് ചെയ്തിരിക്കുന്നു. മുരളീധരൻ BJPയുടെ നേതാവാണ്, മുൻ കേന്ദ്ര മന്ത്രിയാണ്, വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു മുൻ ഗവൺമെൻറ്റിൻ്റെ സമയത്ത്. ന്യായമായ ചോയ്സാണ്, രാജ്യസഭാ അംഗമാണ്. അപ്പോൾ ആ രീതിയിൽ കേരളത്തിൽ നിന്നും, അതുപോലെ ജോൺ ബ്രിട്ടാസ്, അദ്ദേഹത്തെക്കാളും വിഖ്യാതനായ ഒരാളെ നൽകാനാവില്ല. CPMനെ സംബന്ധിച്ചിടത്തോളം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസുള്ള, നല്ലപോലെ ലോകപരിചയമുള്ള ഒരാൾ. അദ്ദേഹം ഒരുപക്ഷെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ആ രീതിയിലുള്ള സ്റ്റാൻസ് ആയിരിക്കില്ല, പക്ഷേ തൻ്റേതായ രീതിയിൽ ഇന്ത്യയെ ഷോക്കേസ് ചെയ്യാൻ അദ്ദേഹത്തിന് തീർച്ചയായും കഴിയും. അതോടൊപ്പം തരൂർ. അങ്ങനെ 4 പേരാണ്, മലയാളികളായ 4 പേര് ലോകവേദികളിൽ ഇന്ത്യയുടെ ഭാഗം പറയാനായി പോകുന്നു. മറ്റ് ടീമുകളെ നയിക്കുന്നത് രവിശങ്കർ പ്രസാദ്, മുൻ കേന്ദ്ര മന്ത്രി, BJP നേതാവ്, ബീഹാറിൽ നിന്നുള്ള നേതാവ്, ബീഹാറിൽ നിന്ന് തന്നെയുള്ള JDU നേതാവ്, സഖ്യകക്ഷിയാണ് JDU, സഞ്ജയ് ഝാ അദ്ദേഹത്തെ ഒരു ടീമിൻ്റെ ക്യാപ്റ്റനായി നിയോഗിച്ചിരിക്കുന്നു. ബൈജയന്ത് ജയ് പാണ്ഡ, ഒറീസയിൽ നിന്നുള്ള നേതാവ്. അതുപോലെ ശ്രീകാന്ത് ഷിൻഡെ, ഏകനാഥ് ഷിൻഡെയുടെ മകൻ, മഹാരാഷ്ട്രയിലെ ഷിൻഡെ വിഭാഗം ശിവസേനയുടെ നോമിനിയായി ലോക്സഭാ അംഗമായ ഏകനാഥ് ഷിൻഡെയുടെ മകൻ ശ്രീകാന്ത് ഷിൻഡെ. ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ്. അപ്പോൾ 7 ടീമുകൾ, 40-ഓളം പേര്. ഇവർ ചെന്ന് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? അതാണ് ഈ വീഡിയോയുടെ പ്രധാന ഇതിവൃത്തം. അവർക്ക് വ്യക്തമായ ഒരു സ്റ്റഡി ക്ലാസ് ഉണ്ടാകും. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തെ ജയശങ്കർ അവർക്കെല്ലാം ക്ലാസ് എടുക്കുമെന്നാണ് പരിഗണിക്കുന്നത്. ഇന്ത്യയുടെ പ്രയോറിറ്റീസ് എന്തെല്ലാമാണ്. അപ്പോൾ പ്രതിപക്ഷത്തിന് പറയാനുള്ള, പ്രതിപക്ഷ അംഗങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറയാം അവിടെ. പക്ഷേ അങ്ങനെ ഒരു ബ്രീഫിംഗ് നടക്കുന്നതിന് മുൻപ് സാമാന്യ മര്യാദ അനുസരിച്ച് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ സർവകക്ഷി യോഗമൊക്കെ നേരത്തെ വിളിച്ചു കൂട്ടിയതാണ്. 2 പ്രാവശ്യം ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം 2 ആവർത്തി സർവകക്ഷി യോഗം വിളിച്ചു. പ്രധാനമന്ത്രി അതിൽ പങ്കെടുത്തില്ല എന്ന പരിഭവം പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ട്. അത് ന്യായമാണ്, താനും യുക്തമായ ഒരു പരിഭവം തന്നെയാണ്. എന്നാൽ ഇവിടെ ഒരു ഓൾ പാർട്ടി മീറ്റ് അല്ല വേണ്ടത്, പാർലമെൻറ്റിൻ്റെ ഒരു സമ്മേളനം വേണമെങ്കിൽ, ലോക്സഭ രാജ്യസഭ സംയുക്ത സമ്മേളനം വേണമെങ്കിൽ. ഈ ഒരു കാര്യം രാജ്യം ഒരു നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അഭിപ്രായം എന്താണ്, ഇന്ത്യ എങ്ങനെയാണ് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി, നമ്മുടെ പ്രയോറിറ്റീസിനെ കുറിച്ചൊരു ക്ലാരിറ്റി, അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രൊറോഗറ്റീവാണ്, സമ്മതിക്കുന്നു. പക്ഷേ പ്രതിപക്ഷങ്ങൾക്കും കൂടെ പറയാനുള്ളത് കേൾക്കാനൊരു ഒന്നാന്തരം അവസരമാണ് നഷ്ടപ്പെട്ടത്. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ടീമിനെ സെലക്ട് ചെയ്തിരുന്നു എങ്കിൽ എന്ത് നന്നായിരുന്നു. ഇത് വിവാദമുണ്ടായി. കോൺഗ്രസിൻ്റെ ടീം സെലക്ഷനെക്കുറിച്ച് വിവാദമുണ്ടായി. കോൺഗ്രസ് പറഞ്ഞ പേരുകളിൽ ആനന്ദ് ശർമ്മയുടെ പേര് മാത്രമാണ് ഉൾപ്പെടുത്തിയത്. മറ്റ് പേരുകൾ നിഷേധിച്ചിരിക്കുന്നു. മറ്റ് ഘടകകക്ഷികളുടെ പേരുകൾ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിലാണ് ഇപ്പോൾ സംസാരം വരുന്നത്. ഇവരെന്തെല്ലാമായിരിക്കും സംസാരിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഇതൊരു പ്രൊജക്ഷനാണ്. ഒന്ന്, ട്രംപ് വെടിനിർത്തലിൻ്റെ ഉത്തരവാദിത്വം, അതിൻ്റെ പിതൃത്വം, അതിൻ്റെ
മധ്യസ്ഥം അങ്ങ് ഏറ്റെടുത്തു മുൻകൂട്ടി തന്നെ. വല്ലാതെ ഇന്ത്യക്ക് മുഖം നഷ്ടപ്പെടുന്ന ഒരു നിമിഷമായിരുന്നു. കേവലം അരമണിക്കൂറാണ് ആ ഗ്യാപ്പ്. ട്രംപ് 5:30 മണിക്ക് 5:33 ട്രംപിൻ്റെ ട്വീറ്റ് വരുന്നു. അതിനും അരമണിക്കൂറിന് ശേഷം 6 മണിക്കാണ് ഇന്ത്യ ഔപചാരികമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത്. അതിന് 1 മണിക്കൂർ മുമ്പ് തന്നെ 5 മണിക്ക് തന്നെ വെടിനിർത്തൽ ധാരണയായതാണ്. അതെന്തുകൊണ്ട് ഭാരതം അന്നേരം പ്രഖ്യാപിച്ചില്ല? ട്രംപ് ഈ പണി ചെയ്യുമെന്ന് ഭാരതം എന്തുകൊണ്ട് മുൻകൂട്ടി കണ്ടില്ല? അത് മാത്രമല്ല, ട്രംപ് ഒരു വെടി കൂടെ പൊട്ടിച്ചു. ഒന്നല്ല, 2 വെടി കൂടെ പൊട്ടിച്ചു. ഒന്ന്, കാശ്മീർ വിഷയം ഒരു തർക്ക വിഷയമാണ്, അത് പരിഹരിക്കാൻ എൻ്റെ സഹായം ആവശ്യമെങ്കിൽ ഞാൻ നൽകാൻ തയ്യാറാണ്. ഒറ്റ അടിയാണ്. എന്താണ് അതിൻ്റെ ബേസ് അറിയില്ല. ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടില്ല. ഇന്ത്യയുടെ നയം അതല്ലല്ലോ. കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. അതേക്കുറിച്ച് ഒരു ചർച്ചയും നടക്കണ്ട. ഉഭയകക്ഷി ചർച്ചയും വേണ്ട, ബഹുകക്ഷി ചർച്ചയും വേണ്ട, തേർഡ് പാർട്ടി മീഡിയേഷനും വേണ്ട. ഇതാണ് ഇന്ത്യയുടെ നയം. ഈ നയം വ്യക്തമാക്കപ്പെടണം. ട്രംപ് ഇന്ന് പറഞ്ഞു, നാളെ വേറെ ഏതെങ്കിലും നേതാവ് പറയും ഇത് അനഭിമതമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ദിസ് ഇസ് നോട്ട് വാട്ട് വി വാണ്ട്. 3, ട്രംപ് കയറി മറ്റൊരു കാച്ചങ്ങോട്ട് കാച്ചി. ഞാനൊന്ന് പേടിപ്പിച്ചു, ഇന്ത്യയും പാകിസ്ഥാനെയും ഞാനൊന്ന് വിരട്ടി, അമേരിക്ക വ്യാപാരം അങ്ങോട്ട് നിർത്തിവെക്കും. ട്രംപിൻ്റെ പാർട്ടീവ് പല്ലവിയാണ്. വ്യാപാരം കംപ്ലീറ്റ്ലി ഹോൾട്ട് ചെയ്യും. അതുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും വല്ലാതെ വിഷമിക്കും. അത് കേട്ട് പേടിച്ച് ഇന്ത്യയും പാകിസ്ഥാനും സൈനിക നേതൃത്വം വെടിനിർത്താൻ ധാരണയായി. അപ്പോൾ അതിൻ്റെ എല്ലാം പിതൃത്വം ഏറ്റെടുക്കുന്ന എട്ടുകാലി മമ്മൂഞ്ഞായി ട്രംപ് അവതരിച്ചു. ട്രംപ് ആയതുകൊണ്ട് ഓക്കെ, ട്രംപ് വിടുവായനാണ്, ഇതൊക്കെ പറയും. ഇത് ലോകരാജ്യങ്ങൾക്കറിയാം. ഒരു മാർജിൻ ഇട്ട് മാത്രമേ ട്രംപിൻ്റെ പ്രസ്താവനകളെ ലോകം എടുക്കൂ. പക്ഷെ നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയോ അല്ലെങ്കിൽ ജർമ്മൻ ചാൻസലറോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറോ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയോ ഒക്കെ ഇതുപോലെയുള്ളൊരു പ്രസ്താവനകളിലേക്ക് നീങ്ങുകയാണെങ്കിൽ ദാറ്റ് വിൽ ഡാമേജ് ഇന്ത്യസ് ക്രെഡിബിലിറ്റി. അപ്പോൾ ഇന്ത്യയുടെ കാശ്മീർ നയം ഇതാണല്ലോ. ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ 99.999 വിഷയം കാശ്മീരാണല്ലോ. അത് ഇന്ത്യ കാശ്മീർ എന്നത് തർക്ക വിഷയമല്ല എന്ന് പറയുമ്പോഴും പാകിസ്ഥാൻ നിരന്തരം ഭീകരവാദികളെ ട്രെയിൻ ചെയ്ത് ഇന്ത്യക്കെതിരെ തിരിക്കുന്നതിന് പിന്നിൽ കാശ്മീരിൽ പ്രശ്നം പരിഹരിക്കപ്പെടാതെ കിടക്കുന്നതാണ്. അപ്പോൾ കാശ്മീരിനെ സംബന്ധിച്ച ഇന്ത്യയുടെ ഔപചാരിക സ്റ്റാൻഡ് പറയുക. അതുമാത്രമല്ല, പാകിസ്ഥാനുമായ വിഷയം ചർച്ച ചെയ്യണമെങ്കിൽ ചർച്ച ചെയ്യാം. ഇന്ത്യക്ക് ചർച്ചയില്ല എന്നൊരു നിലപാടില്ല, ചർച്ച ചെയ്യാം. പക്ഷേ 2 കാര്യങ്ങളിൽ മാത്രമേ ഇന്ത്യ ചർച്ച ആഗ്രഹിക്കുന്നുള്ളൂ. ഒന്ന്, അതിർത്തി കടന്നു വരുന്ന ഭീകരതയെ ഒതുക്കുന്നതിന് പാകിസ്ഥാന് വേണ്ട സഹായം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അതുമായി സംസാരിക്കാൻ ഇന്ത്യയുമായി സംസാരിക്കാം. പാകിസ്ഥാൻ ലെറ്റ് ദം ഡിസ്മാൻറ്റിൽ ദി ലഷ്കർ ഇ തോയ്ബ, ജയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ ക്യാമ്പ്സ്. ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്, ചർച്ച ചെയ്യാം. 2, പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിൻ്റെ ഭാവി അത് ഇന്ത്യക്ക് നൽകാനാണോ, അവിടുത്തെ മനുഷ്യാവകാശ ലംഘനങ്ങൾ, അതുപോലെ വിഷയങ്ങൾ പാക് അധിനിവേശ കാശ്മീരിൻ്റെ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് ഫ്യൂച്ചർ വേണമെങ്കിൽ സംസാരിക്കാം. അല്ലാതെ ഇന്ത്യയുടെ കൈവശമുള്ള കാശ്മീരിനെ കുറിച്ച് ഒരു സംസാരമില്ല, ഉഭയകക്ഷി സംസാരമില്ല. അതുപോലെ മധ്യസ്ഥൻ്റെ പ്രസൻസിലെ സംസാരമില്ല. ഇത് ലോകരാജ്യങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടില്ല ഇതുവരെ. ഇതാണ് ദീർഘകാലത്തെ സ്റ്റാൻഡെങ്കിലും ഇതൊരിക്കൽ കൂടി ക്ലിയർ ആക്കുക എന്നതാണ് ഒരു ഉദ്ദേശം. രണ്ടാമത്തെ ഉദ്ദേശം, പഹൽഗാം ഭീകരാക്രമണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ. മുൻകാലങ്ങളിൽ പാർലമെൻറ്റ് അറ്റാക്ക് നടന്നു, ജമ്മു ആൻഡ് കാശ്മീർ നിയമസഭയ്ക്ക് എതിരെ അറ്റാക്ക് നടക്കുന്നു, പിന്നെ പുൽവാമയിൽ 2019 ആക്രമണം നടക്കുന്നു, അതിനു മുമ്പ് ഉറിയിൽ സൈനിക കേന്ദ്രം പാകിസ്ഥാൻ ആക്രമിക്കുന്നു, മുംബൈ ഭീകരാക്രമണം 2008 ലഷ്കർ ഇ തോയ്ബയുടെ നേതൃത്വത്തിൽ നടക്കുന്നു. അപ്പോൾ ലഷ്കർ ഇ തോയ്ബ നടത്തിയ ഈ ആക്രമണങ്ങളും ജയ്ഷെ മുഹമ്മദ് നടത്തിയ പാർലമെൻറ്റ് അറ്റാക്ക് ഉൾപ്പെടെയുള്ള ആക്രമണങ്ങളും പുൽവാമ ഉൾപ്പെടെയുള്ള ജയ്ഷെ മുഹമ്മദിൻ്റെ ആക്രമണങ്ങളും എല്ലാം തന്നെ എണ്ണി പറയുകയും അതിന് ഇന്ത്യക്ക് ലഭ്യമാകുന്ന തെളിവുകൾ അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റിയുടെ മുമ്പിൽ ഹാജരാക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ആർമിയും തീവ്രവാദ വിഭാഗവും തമ്മിലുള്ള കണക്ഷൻ, ആ ഒരു പുക്കിൽ കൂടി ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും 2-3 കാര്യങ്ങൾ ഈ അടുത്ത സമയത്ത് ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ആയിട്ട് സംഭവിച്ചു. ഒന്ന്, കൊടും ഭീകരൻ മൗലാന മസൂദ് അസർ, ജയ്ഷെ മുഹമ്മദിൻ്റെ ഫൗണ്ടർ തലവൻ, ഇയാളുടെ റിലേറ്റീവ്സായ 14 പേരാണ്. അവരും ഭീകര സംഘടനയിലെ അംഗങ്ങൾ കൂടിയാണ്. അവർ മരിച്ചു. അവർക്കെല്ലാം 1 കോടി പാകിസ്ഥാൻ രൂപ വീതം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വ്യക്തമായ തീവ്രവാദ ബന്ധത്തിന് തെളിവാണ്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓൺസ് ദി പീപ്പിൾ, ഇല്ലേ, അവർ ഞങ്ങളുടെ ആളുകളാണ് എന്ന് പറയുകയാണ്. അപ്പം തീവ്രവാദികളെ നേരിടണമെന്ന് ഒരു വഴി പറയുകയും നിരോധിക്കപ്പെട്ട സംഘടനയിലെ അംഗങ്ങളെ ഉൾപ്പെടെ 1 കോടി രൂപ വെച്ച് നൽകി സഹായിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് തികഞ്ഞ ഇരട്ടത്താപ്പാണ്. അത് മാത്രമല്ല,
ഈ മുറിഡ്ഖയിലെ ലഷ്കർ ഇ തോയ്ബയുടെ താവളം തച്ചു തകർത്ത് നാനാവിശേഷമാക്കി ഇന്ത്യ. ആ താവളം പുനരുജ്ജീവിപ്പിക്കാൻ മാർക്കസ് എന്നാണ് പറയുക. മാർക്കസ് എന്നൊക്കെ പറയുന്നത് വലിയ ജിമ്മ്, സൂപ്പർ മാർക്കറ്റ്, വാസസ്ഥലങ്ങൾ, ഹാള്, പ്രെയർ ഹാള്, പള്ളി, മദ്രസ എല്ലാം ചേർന്ന ഒരു സമുച്ചയമാണ് മാർക്കസ്. ഈ മാർക്കസ് പുനഃസൃഷ്ടിക്കാൻ പാകിസ്ഥാൻ പണം മുടക്കും എന്ന് കൃത്യമായി പറയുകയാണ് ലഷ്കർ ഇ തോയ്ബയുടെ നേതൃത്വം, ജമാഅത്ത് ഉദ്വ, അവരൊക്കെ ആണല്ലോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അപ്പം ഇവരുടെ മാർക്കസ് മർക്യൂസി മുസ്ലിം ലീഗ് എന്ന സംഘടന, മർക്യൂസി മുസ്ലിം ലീഗ് എന്ന സംഘടന, അത് ജമാഅത്ത് ഉദ്വയുടെ ഒരു ലഷ്കർ ഇ തോയ്ബയോട് ബന്ധമുള്ള സംഘടനയാണ് ജമാഅത്ത് ഉദ്വ. ആ സംഘടനയുടെ ഒരു ഓഫ് ഷൂട്ടാണ് ഈ പറഞ്ഞ സംഘടന. അവർ ക്ലെയിം ചെയ്തിരിക്കുകയാണ് അത് മുഴുവൻ പാകിസ്ഥാൻ സർക്കാർ ചെലവിൽ പള്ളിയെല്ലാം സൃഷ്ടിച്ചാക്ക പള്ളിയാണെന്നാണ് പറയുന്നത്. ഇത് മുഴുവൻ ഈ ഭീകരതാവളം മുഴുവൻ പള്ളിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്കങ്ങനെ പറയാമല്ലോ. പക്ഷേ ഇന്ത്യ കൃത്യമായ തെളിവുകൾ ലോകരാജ്യങ്ങൾക്ക് മുമ്പേ ഹാജരാക്കുന്നു. അതുപോലെ ഈ പാകിസ്ഥാൻ്റെ ടെറർ നെറ്റ്വർക്കിന് ലഭിക്കുന്ന ധനസഹായം, അതിൻ്റെ സോഴ്സ്, ആ സോഴ്സ് എന്ന് പറയുന്നത് പല രൂപത്തിൽ വരുന്നതാണ്. കടത്തിക്കൊണ്ട് വരുന്ന പണമുണ്ട്. ഈ ഔപചാരികമായി ലോൺ എന്ന രൂപത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ബ്രെട്ടൺ വുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും IMFൽ നിന്നുൾപ്പെടെ എടുക്കുന്ന ലോണുകളുണ്ട്. ഈ ലോണുകൾ എങ്ങനെയാണ് വിനിയോഗിക്കപ്പെടുന്നത് അതേക്കുറിച്ച് വ്യക്തമായ ധാരണകൾ ഉണ്ടാക്കണം ലോക സമൂഹത്തിന്. IMF ആണ് ലോൺ നൽകുന്നത്. ഓർക്കുക, ഈ ലോണിൻ്റെ ഒരു ഗഡു $1 ബില്യൺ, $7 ബില്യൺ പാക്കേജിൻ്റെ $1 ബില്യൺ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തു. അപ്പം പാകിസ്ഥാൻ്റെ ഒരു വാദം ശരിവെച്ചുകൊണ്ടാണ് ലോക സമൂഹം അത് അംഗീകരിച്ചത്. അപ്പം ഇന്ത്യ ആ വോട്ടെടുപ്പിൽ നിന്നും, IMFൻ്റെ ഡയറക്ടർ ബോർഡ് വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. തന്ത്രപരമായ സമീപനം. ഇന്ത്യ മാത്രം എതിർത്തത് കൊണ്ട് പാസ്സാകില്ല. ഇന്ത്യയുടെ അതിനകത്തെ എക്സ്പോഷർ കേവലം 2.5% മാത്രമാണ് ഇന്ത്യയുടെ വോട്ടിൻ്റെ വെയിറ്റ്. അമേരിക്കയ്ക്ക് ഏതാണ്ട് 17% വോട്ടിംഗ് വെയിറ്റ് ഉണ്ട്. ചൈനയ്ക്ക് 8-10% വെയിറ്റേജ് ഉണ്ട്. പല രാജ്യങ്ങളും ചേർന്ന് പൂൾ ചെയ്ത റിസോഴ്സ് ആയതുകൊണ്ട് ഈ രാജ്യങ്ങൾക്കും പ്രത്യേക ബ്ലോക്കുകൾക്കും പ്രത്യേകമായ വോട്ടിംഗ് ശതമാനമുണ്ട്. അവിടെ സാധാരണഗതിയിലൊരു പ്രമേയം വന്നാൽ കരിമ്പട്ടികയിൽ പെടുത്തിയിട്ടുള്ള രാജ്യമല്ല എങ്കിൽ അതിൻ്റെ ലോൺ അഭ്യർത്ഥന പാസ്സാക്കിയ ലോണാണെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യാൻ തീരുമാനിക്കുക എന്നതാണ് സാധാരണ പതിവ്. അത് പാകിസ്ഥാൻ്റെ കാര്യത്തിലും സംഭവിച്ചു. ഇനി ഒരു വീഴ്ച സംഭവിക്കാതിരിക്കണമെങ്കിൽ 2008 ഇന്ത്യ നടത്തിയ ഒരു എക്സസൈസ് ഉണ്ട്. അന്ന് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ മുംബൈ ഭീകരാക്രമണം, അതിനുശേഷം ഇന്ത്യ ഒരു സർവകക്ഷി സംഘത്തെ വിദേശത്തയച്ച് കൃത്യമായ പാകിസ്ഥാൻ്റെ കണക്ഷൻ, ലഷ്കർ ഇ തോയ്ബ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയാണെന്നും ആ സംഘടനയാണ് ഹഫീസ് സയ്യിദ് നേതൃത്വം നൽകുന്ന ആ സംഘടനയാണ് ഈ ആക്രമണത്തിൻ്റെ ചുക്കാൻ പിടിച്ചതെന്നും കാര്യകാരണ സഹിതം വിശദീകരിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ കരിമ്പട്ടികയിൽ പാകിസ്ഥാനെ അന്ന് പെടുത്താൻ കഴിഞ്ഞത്. പിന്നീട് പല പ്രാവശ്യം പെടുത്തി. 2008 മുതൽ 12 വരെ ഉണ്ടായിരുന്നു, 2018 മുതൽ 12 വരെ, 22 വരെ ഉണ്ടായിരുന്നു. ഇപ്പോഴത് പിൻവലിക്കപ്പെട്ടു. വീണ്ടും ഒരിക്കൽ കൂടി ഫൈനാൻഷ്യൽ ആസ്ക്, ഇതൊക്കെ അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങളും ഭീകരവാദത്തിന് സഹായം നൽകുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റും എല്ലാം ചേർന്നാണ് ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് പ്രവർത്തിക്കുന്നത്. വീണ്ടും പാകിസ്ഥാനെ ഒരു ഗ്രേ ലിസ്റ്റിൽ പെടുത്താനായി ഇന്ത്യയുടെ നയതന്ത്രം ഇനി ഉപയോഗിച്ചേക്കാം. അതുകൊണ്ട് മുൻകാലങ്ങളിൽ 2008 മൻമോഹൻ സിംഗിൻ്റെ സമയത്ത് വാജ്പേയി ഉൾപ്പെടെയുള്ള നേതാക്കളാണ് പോയത്. അതിനു മുൻപ് നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ 1994 ഒരു സർവകക്ഷി സംഘം പോയി. അത് ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ കൗൺസിലിൽ പാകിസ്ഥാനൊരു പ്രമേയം കൊണ്ടുവന്നു. കാശ്മീരിൽ, ഇന്ത്യയുടെ കാശ്മീരിൽ, നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിൽ ഇന്ത്യൻ സൈന്യമൊക്കെ വലിയ രീതിയിൽ നരനായാട്ട് നടത്തുന്നു, മനുഷ്യാവകാശ ലംഘനം നടത്തുന്നു എന്ന വ്യാജ പ്രചരണം നടത്തി. അതിൻ്റെ മുനയൊടിക്കാനായി വിട്ടത് അന്നത്തെ വിദേശകാര്യ മന്ത്രി സൽമാൻ ഖുർഷിദിനെയും അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് അടൽ ബിഹാരി വാജ്പേയിയുമാണ്. അപ്പോൾ വളരെ ഭംഗിയായി അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യക്ക് വേണ്ടി അന്ന് അവിടെ സംസാരിച്ചു. ഇന്ത്യക്ക് അനുകൂലമായ തീരുമാനങ്ങളെടുത്തു. പാകിസ്ഥാൻ പ്രമേയം തള്ളിപ്പോയി എന്ന് പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് അതുപോലെ ഇപ്രാവശ്യം കുറച്ചുകൂടെ വിശാലമായ എക്സസൈസാണ്. വിവിധ രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങൾ സന്ദർശിച്ച് നേതാക്കളെ കാണുകയാണ്. പ്രസിഡന്റുമാരെയും പ്രധാനമന്ത്രിമാരെയും പാർലമെൻറ്റ് അംഗങ്ങളെയും ഒക്കെ കണ്ടുകൊണ്ട് ഇന്ത്യക്ക് അനുകൂലമായി ലോക പൊതുജനാഭിപ്രായം തിരിക്കാനുള്ള ഒരു ശ്രമമാണ്. വിവാദങ്ങളുടെ ഒക്കെ മേലാപ്പ് ഉണ്ടെങ്കിൽ പോലും ഉദ്ദേശിച്ച കാര്യം എൻഡ് ജസ്റ്റിഫൈസ് ദ മീൻസ്. മാർഗങ്ങൾ എന്തു തന്നെയായിരുന്നാലും ഇതിനിടയ്ക്ക് കുറേ കുതികാൽ വെട്ടുകളൊക്കെ നടന്നു, ശരിയാണ്, സമ്മതിക്കുന്നു. പക്ഷേ ഉദ്ദേശ ലക്ഷ്യം വളരെ വ്യക്തമാണ്. തരൂർ ഉൾപ്പെടെയുള്ള ആളുകൾ പോയി
ഇന്ത്യയെ ഒന്നാന്തരമായി ലോക സമൂഹത്തിന് മുമ്പിൽ ഷോക്കേസ് ചെയ്ത് വിജയശ്രീലാളിതരായി മടങ്ങി വരട്ടെ എന്ന് നമ്മൾ ദേശസ്നേഹമുള്ള ഓരോ ഭാരതീയർക്കും ആശ്വസിക്കാം. അവരെയൊക്കെ വലിയ രീതിയിൽ നമുക്ക് മാനസികമായിട്ടെങ്കിലും പിന്തുണ കൊടുക്കാം.